പാഠം 783 സഞ്ചരിക്കുന്ന പ്രശ്നങ്ങൾ. എന്തുപറ്റി? നീ ഇന്ന് നേരത്തെ ഷർട്ട് മുണ്ടൊക്കെ തയ്ക്കുന്നു? സാധാരണ 9 മണി കഴിഞ്ഞല്ലേ തയ്ക്കാറുള്ളത്? മോഹനേട്ടാ, വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും കോഴി കരയും എന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ മോനേട്ടന്റെ സ്വഭാവം. എല്ലാ ദിവസവും 9 മണിയാകുമ്പോ എന്റെ ഷർട്ട് തയ്ച്ചില്ലേ, എനിക്ക് ആപ്പീസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാൽ എന്നോട് വഴക്കുണ്ടാക്കും. ഇന്നിതിപ്പോ നേരത്തെ തേക്കാന്ന് വെച്ചപ്പോ ഒടുക്കത്തെ പരിഹാസവും. പരിഹസിച്ചല്ല, അല്ല, കാണാത്ത കാഴ്ചകൾ കാണുമ്പോ ഒരു അത്ഭുതം ഉണ്ടാവില്ലേ? അതാണ് ഞാനിപ്പോ അത്ഭുതപ്പെട്ടത്. മതി, ഇനി ഇതിനെപ്പറ്റി കൂടുതൽ വിസ്തീരിക്കാൻ നിൽക്കണ്ട. അതെ, മോനേട്ടന് വൈകിട്ട് വരുമ്പോ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. സുമിതയുടെ തയ്ക്കടയില് ഞാൻ 2 ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വാങ്ങിക്കൊണ്ട് വരണം. എന്താണ്? ഞാൻ കോടതി നിന്ന് വരുമ്പോ 3 മണിയല്ലേ ആവുള്ളൂ. 5 മണി കഴിഞ്ഞേ ബ്ലൗസ് തയ്ച്ചു തരാൻ പറ്റുന്നാണ് സുമതി പറഞ്ഞിരിക്കുന്നത്. മോഹനയുടെ ഓഫീസിൽ വരുമ്പോ കൃത്യസമയമായിരിക്കില്ലേ? ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറാണ്. ഞാൻ സുമതിയുടെ കടയിൽ കയറി ബ്ലൗസ് വാങ്ങാ? ഈ ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസറുടെ ഭാര്യയ്ക്ക് ഇടാനുള്ള ബ്ലൗസ് അല്ലേ അത്? അപ്പൊ അത് വാങ്ങുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? നടക്കില്ല. മോഹനേട്ടൻ അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ വൈകിട്ട് വീണ്ടും അവിടെ വരെ പോകേണ്ടി വരും. ഒന്ന് സഹായിക്ക്. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം സഹായങ്ങൾക്ക് എന്നെ കിട്ടില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. എന്നെ കഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആനയാണല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലേ ഈ കേരള സർക്കാരിന്റെ ചിഹ്നം 2 ആനയാക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ എന്തുമാത്രം സഹായം മോഹനേട്ടന് ചെയ്യുന്നുണ്ട്. ഈ ഷർട്ട് മുണ്ടും തേക്കുന്ന ഉൾപ്പെടെ. പക്ഷെ മോഹനേട്ടനായിട്ട് തിരിച്ചൊരു സഹായമെങ്കിൽ ഈ ജന്മം എനിക്ക് ചെയ്തിട്ടുണ്ടോ? സാറേ, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ചെല്ല്. സർക്കാർ ഉദ്യോഗസ്ഥന്റെ മഹത്വം അവിടെ പോയി അങ്ങ് പറ. ഗതി കേടുകൊണ്ടായാലും പാവ ഉത്തമൻ അത് കേട്ടോണ്ട് നിൽക്കൂലോ. നമസ്കാരമുണ്ട് സാറേ. സാറേ, ജോണിക്കുട്ടിയുടെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വേണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കാണ്. തിരക്ക് തീർന്നു കഴിയുമ്പോഴേക്കും ഉച്ചയാവും. അതുകൊണ്ട് പകർപ്പ് സാറിന്റെ കയ്യിൽ തന്നിട്ട് പോവാന്ന് കരുതി. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വായിച്ച് രസിക്കാനുള്ളതല്ല, ഒരു ആഫീസ് കാര്യത്തിലുള്ളതാണ്. അപ്പോ ഇത് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് എന്താണ് കാര്യം ഉത്തമ? ഇത് വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് തരണം. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ സാറേ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് എനിക്ക് നിൽക്കാനും ഇരിക്കാനും നേരമില്ല. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് തരാൻ വൈകിയ ജോണിക്കുട്ടിയുടെ കാര്യം നടക്കുകയില്ല. സാർ ഒന്ന് സഹായിക്കണം. സഹായം ചെയ്യല്ലോ ഉത്തമ. സാറിന്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ള ആളുകളെ സഹായിക്കണം എന്നൊരു നിർബന്ധം മാത്രമല്ലേ ഉള്ളൂ. തിരിച്ചൊരാളെ സഹായിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിന് ദേഷ്യം വരും. ഉത്തമ, എനിക്ക് ഉത്തമന്റെ ഒരു സഹായം ആവശ്യമുണ്ടായിരുന്നു. അതെപ്പോ നടക്കും? അയ്യോ, ഇന്ന് തന്നെ വേണോ? ഓക്കെയില്ലേ, നാളെ ആയാലോ? ശരി, നാളെ ആയാലും മതി. ഇന്നത്തെ ഇത്ര തിരക്ക്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അംബുജാക്ഷ സാറിന്റെ വീട്ടിലെ കാര്യമാണ്. അംബുജാക്ഷൻ? ഏത് അംബുജാക്ഷന്? ആ പാലത്തിന്റെ അപ്പുറത്തെ സുബ്രഹ്മണ്യ ചേട്ടന്റെ വീട് വാങ്ങി താമസം തുടങ്ങിയ അംബുജാക്ഷ സാറേ, അങ്ങേരി തന്നെ. നമ്മുടെ PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന അംബുജാക്ഷ സാറാ? എനിക്കെന്തോന്നു പുച്ഛം? എനിക്കൊരു പുച്ഛമില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എനിക്ക് എന്താണ് ബഹുമാനക്കുറവ്? ഒന്നുമില്ല. പിന്നെ എന്റെ ജീവിതം കുളവാക്കിയത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ എന്നൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. അംബുജാക്ഷ സാർ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യൻ. അംബുജാക്ഷ സാർ നല്ല മനുഷ്യനാണെങ്കിൽ എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ ഭാര്യ ഭവാനി ടീച്ചർ അതുപോലെ നല്ലൊരു സ്ത്രീയാണ്. നല്ല ഭാര്യ ഉണ്ടെങ്കിൽ ആരും നല്ലൊരു മനുഷ്യനാവും. അത് തിരിച്ചു പറയാലോ മോനേട്ടാ. അംബുജാക്ഷ സാറിനെ പോലൊരു ഭർത്താവ് ഉള്ളത് കൊണ്ട് ഭവാനി ടീച്ചർക്ക് വളരെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റി. ആ വീട്ടില് വേറെ ആരോ ഉള്ളതുമോ? അല്ല, വേറെ ആരില്ല. ഞാൻ ഒരു 4-5 തവണ അവിടെ പോയിട്ടുണ്ട്. ആ ടീച്ചറാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും. സാറാണെന്നുണ്ടെങ്കിൽ പുസ്തകം വായനയോട് പുസ്തകം വായന, പുറത്തോട്ടൊന്നും ഇറങ്ങൂല. റിട്ടയർ ചെയ്തതിനു ശേഷം 1000 പുസ്തകം സാറ് വായിച്ചിട്ടുണ്ടാവും എന്നാണ് ടീച്ചർ പറയുന്നത്. നല്ല ജോലിയിൽ നിന്ന് വിരമിച്ചു, സമാധാനം നൽകുന്ന ഭാര്യ, പുസ്തകം വായിക്കാമല്ലോ ഇഷ്ടം പോലെ. ഈശ്വരോ, എന്ത് സാറേ?
ഈശ്വരാണ് വിളിച്ചത്. ഈശ്വരാ, അതുപോലൊരു ഭാഗ്യം എനിക്കില്ലല്ലോ. ആ പിന്നെ ഈ സാറ് വല്ലപ്പോഴേക്ക് മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ഈ ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങേയില്ല. അയൽ വീട്ടിൽ പോലും രണ്ടുപേരും ചെല്ലൂലെന്നാണ് പറഞ്ഞു കേട്ടത്. ഒരു പ്രത്യേക സ്വഭാവക്കാരാ. എന്ത് പ്രത്യേക സ്വഭാവം? അയൽ വീട്ടുകളിൽ അനാവശ്യമായി കയറി പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ നാട്ടുകാർക്ക് അവരെ പറ്റി നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. നല്ല മനുഷ്യരാണ്. എങ്ങനെ നല്ല മനുഷ്യരായിരിക്കും? സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നല്ലോ രണ്ടുപേരും. എന്നെ ഒരു ദിവസം കണ്ടപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാണ് അംബുജേഷ സാറ്. അയൽപക്കത്ത് ഇത്ര വലിയ നല്ല ആളുകൾ ഉണ്ടായിട്ടും നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു കഷ്ടം തന്നെയാണ്. അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മോഹനേട്ടൻ അഹങ്കാരം കൊണ്ട് നടക്കുകയില്ല. സാറേ വേണ്ടായി, ഇത് ഞാൻ എന്തോന്ന് ചെയ്യണം? തലയില്ല ഇത്തോടെ ഞാൻ കൊണ്ടുപോവാ. മേലിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു വന്നാൽ വിവരം അറിയും. ഇല്ല സാറേ, ഇത് ലാസ്റ്റ് ആണ്, ഇനി വരൂല. എന്ന് ഞാൻ ഇറങ്ങട്ടെ സാറേ. ഈ സുമതിയുടെ കടയിൽ നിന്ന് ബ്ലൗസ് ഇന്ന് തന്നെ വാങ്ങിയേ പറ്റൂ എന്നല്ലേ നീ പറഞ്ഞത്? ഉത്തമനോട് പറഞ്ഞപ്പോ ഉത്തമൻ പറയുന്നു ഇന്ന് പറ്റില്ല. അപ്പൊ നീ പറയുന്നു നാളെ ആയാലും കുഴപ്പമില്ല ഉത്തമ എന്ന്. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് ബ്ലൗസ് കിട്ടുക എന്നുള്ളതല്ല ഉദ്ദേശം, എന്നെ കൊണ്ടുപോയി അത് വാങ്ങിപ്പിക്കണം എന്നുള്ളതാണ്. മോഹനേട്ടൻ എന്തിനാണ് ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കുന്നത്? ഞാൻ ഉത്തമനോടൊരു സഹായം ചെയ്യാമോ എന്ന് ചോദിച്ചത് ബ്ലൗസ് വാങ്ങുന്ന കാര്യമാണെന്ന് ആരാണ് പറഞ്ഞത്? അത് സാറോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നിസ്സാര കാര്യങ്ങളിൽ പോലും എന്നെ സഹായിക്കാറില്ല. ഓ, വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞ നടക്കാതെ ആ അംബുജേഷ സാറിനെ പോലുള്ളവരൊന്ന് കണ്ടുപഠിക്ക്. എന്ത് സ്നേഹത്തിലാ ഒരു ഭാര്യയും ഭർത്താവും കൂടി കഴിയുന്നേ. അങ്ങനെ വേണം മനുഷ്യന്മാരായാല്. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. തന്റെ ഭർത്താവ് വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ കഴിയുന്ന ഭാര്യ. അങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വഴക്ക്? അംബുജേഷ സാറ് വലിയ ഉദ്യോഗസ്ഥനാണെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. PWDയിൽ നിന്നും റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. മോനോടനോ ഒരു വലിയ ഓഫീസർ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എവിടെ, ഒരു വലിയ ഓഫീസർ എവിടെ? അഹങ്കാരി വെച്ചിട്ടുണ്ട്. തേടിയ വള്ളി കാലി ചുറ്റി. അംബുജാഷ സാറല്ലേ വരുന്നേ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. ഞാൻ സാറിന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. രാവിലെ 8 മണിക്ക് വരണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷെ കുറച്ച് വൈകിപ്പോയി. 8 മണി വരെ ഉത്തമനെ നോക്കിയിരുന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ടൗൺ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. 1 മണിക്കൂറിനകം തിരിച്ചു വരും. ഓ, അപ്പൊ ഞാൻ ആ സമയം നോക്കി വന്നാ മതിയാ സാറേ? അത് ഉത്തമന്റെ ഇഷ്ടം പോലെ ചെയ്തു. പക്ഷേ ഇന്ന് തന്നെ കാര്യം നടക്കണം. വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഭവാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉത്തമം പറഞ്ഞ സമയത്ത് വരാത്തതിന് ആകെ ദേഷ്യപ്പെട്ടിരിക്കുക. അയ്യോ, അല്ല സാറേ, സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? എനിക്ക് മോനയുടെ സാറിന്റെ വീട്ടിലോട്ടൊന്ന് കയറേണ്ടി വന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആളുടെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുക്കണമായിരുന്നേ. അവിടെ ഇരുന്ന് സംസാരിച്ച് സമയവും പോയി. സാറിനെ പറ്റി മോനയുടെ സാറിന്റെ സത്യഭാമ വക്കീലിന് ഭയങ്കര അഭിപ്രായമാണ്. ഒരു പ്രാവശ്യം വഴിയിൽ എവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ്. ശരിയാണ്, രണ്ടുപേരെയും ഓരോ പ്രാവശ്യം ഞാൻ കണ്ടു. അവർക്ക് സാറിനെ ടീച്ചറിനെ വീട്ടിൽ വന്ന് കണ്ട് പരിചയപ്പെടണമെന്നുണ്ട്. പക്ഷെ സാറും ടീച്ചറും പിന്നെ അധികം പേരുമായിട്ട് അങ്ങനെ ഇടപെടാത്ത ആളായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു പേടി. അതെന്തിനാ അങ്ങനെ ഒരു പേടി? അവർ രണ്ടുപേരെയും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് ഉത്തമൻ ചെന്ന് പറഞ്ഞേക്ക്. അല്ലെങ്കിൽ വേണ്ട, എന്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കേണ്ടത് ഉത്തമനല്ലല്ലോ, ഞാൻ തന്നെയല്ലേ. ടൗണിൽ പോയിട്ട് വരുന്ന വഴി ഞാൻ മോഹനകൃഷ്ണന്റെ വീട്ടിൽ കയറാം. ഒരു 8:45 മോഹനകൃഷ്ണൻ അവിടെ കാണൂ. സാറ് കൃത്യം 9:38 ഓഫീസിലോട്ട് പോകും. അപ്പോ ഞാനൊരു 8:45 9 ഇടയ്ക്ക് അങ്ങോട്ട് വരുമെന്ന് അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. എനിക്കാണെങ്കിൽ അവരെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ആവശ്യം എന്ത് സാറേ? അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. ഓ ശരി എന്നാ സാറേ. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളാമേ.
ഹലോ. ആ വക്കീലെ, ഞാനാണേ ഉത്തമൻ. ആ എന്ത് ഉത്തമ? ആ വക്കീലെ, ഞാൻ ഇപ്പൊ നമ്മുടെ അംബുജാക്ഷ സാറിനെ വഴിയിൽ വെച്ച് കണ്ടു. ആ നിങ്ങൾക്ക് സാറിനെ പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ പാടെ സാറ് പറയാണ് സാർ അങ്ങോട്ട് വരാന്ന്. ഇങ്ങോട്ടോ? ആ സാർ എന്തോ ആവശ്യമായിട്ട് ടൗണിൽ പോവുകയാണ്. തിരിച്ചു വരുമ്പോ നിങ്ങളുടെ വീട്ടിൽ കയറുമെന്നും പറഞ്ഞു. എപ്പോ? ഒരു 8:45-നും 9-നും ഇടയിൽ വരുമെന്നാണ് പറഞ്ഞത്. ഈ അംബുജാക്ഷ സാർ ഒരു സമയം പറഞ്ഞാൽ തെറ്റില്ല, കൃത്യമായിരിക്കും. അയ്യോ, മണി 8:15 ഉത്തമ. അത്ര പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കില് അതൊന്നും കുഴപ്പമില്ല വക്കീലെ. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വീട്ടില് അംബുജാക്ഷ സാറ് പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. ആ പിന്നെ നിങ്ങളെ കൊണ്ട് എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് അംബുജാക്ഷ സാറ് പറയുന്ന കേട്ട്. ഞങ്ങളെ കൊണ്ടോ? ഞാൻ എന്താണെന്ന് ചോദിച്ചു, പക്ഷെ പറഞ്ഞില്ല. അല്ല, അത് അംബുജാക്ഷ സാർ വരുമ്പോ അറിയാല്ല. ശരി ഉത്തമ, ഇക്കാര്യം ഞാനൊന്ന് മോഹനോട് പറയട്ടെ. ഓ ശരി 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 ശരി. ഒരു സംഭവം അറിഞ്ഞോ? ഇല്ല. പറയാം. അംബുജാക്ഷ സാറ് ഇങ്ങോട്ട് വരുന്നു. അംബുജാക്ഷ സാറോ? ആന്ന്. കുറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ സാറിനെ ശരിക്കും ഒന്ന് പരിചയപ്പെടണം, ഇങ്ങോട്ട് ക്ഷണിക്കണോന്നൊക്കെ. ഇപ്പതാ സാർ ഇങ്ങോട്ട് വരുന്നു. ആര് പറഞ്ഞു? ഉത്തമനാ വിളിച്ചത്. വഴിയിൽ വെച്ച് അംബുജാക്ഷ സാറിനെ കണ്ടു. നമ്മളെ കൊണ്ട് സാറിന് എന്തോ ആവശ്യമുള്ളത് കൊണ്ട് സാർ ഇങ്ങോട്ട് വരുന്നു. നമ്മളെ കൊണ്ടോ? നമ്മളെ കൊണ്ട് എന്താ ആവശ്യം? നമ്മളെ കൊണ്ടെന്ന് വെറുതെ പറഞ്ഞതായിരിക്കും. ആവശ്യം എന്തായാലും എന്നെ കൊണ്ടായിരിക്കുമല്ലോ. ഞാൻ നാട്ടിലെ കൊള്ളാവുന്ന ഒരു വക്കീലല്ലേ. അപ്പൊ അംബുജാക്ഷ സാറിനെ പോലെ ഉയർന്ന സ്ഥാനത്തിലിരുന്ന ഒരാൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കും. വക്കീലിനെ കൊണ്ട് സാധാരണ ആവശ്യം കള്ളന്മാർക്കും കൊലപാതകൾക്കൊക്കെയാണ്. അംബുജാക്ഷ സാറിനെ പോലൊരാൾക്ക് ഒരിക്കലും വക്കീലിന്റെ സഹായം ആവശ്യം വരുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമുണ്ടോ? സാറ് വരട്ടെ, അപ്പൊ നമുക്ക് കാണാം. അംബുജാക്ഷൻ സാറ് വരുന്നത് എന്നെ കാണാനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം സാറ് 30 വർഷത്തോളം സർക്കാർ സർവീസിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ ഒരു സർക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും. ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ പല കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ആയിരുന്നെങ്കിൽ നാട്ടിലുള്ള സകല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ സാറ് പോണ്ടായിരുന്നു. അതുണ്ടായില്ലല്ലോ. ഈ വീട്ടിൽ മാത്രം സാറ് വരുന്നു. അതെന്തായാലും സർക്കാർ സർവീസിൽ ആ പഴങ്കഥ പറയാനായിരിക്കില്ല. ആയിരിക്കണമെന്നില്ല. സാറിന് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട പല പല ആവശ്യങ്ങളും കാണും. നാട്ടിലെ ഒരു പൗരന് വില്ലേജ് ഓഫീസിൽ ജീവിക്കാൻ പറ്റുമോ? വില്ലേജ് ഓഫീസ് എന്താണ്, ഓക്സിജനോ? എന്നല്ല, സാറിന് സ്വന്തമായ ഭൂമിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞായിരുന്നു. സാർ ആ ഭൂമി വാങ്ങിയിട്ട് പോക്കുവരവ് ചെയ്യാനും കരവടയ്ക്കാനും എല്ലാം ഉത്തമനെ അല്ലായിരുന്നു ഏൽപ്പിച്ചത്. വില്ലേജ് ഓഫീസിനോടും അത്രയ്ക്കും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ സാർ നേരിട്ടങ്ങ് വരില്ലായിരുന്നു. അന്ന് സാർ നേരിട്ട് വന്നില്ലായിരിക്കും. അത് സമയക്കുറവുണ്ടെന്നാണ് ഊതവും പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഞാനൊരു ദിവസം സാറിനെ കണ്ടല്ലോ. എന്ന്? ഒരു ദിവസം ഓഫീസിലേക്ക് പോകുന്ന വഴി. വെറുതെ പറയല്ലേ മോനട്ടാ. എന്നിട്ട് മോഹൻ ഇതുവരെ എന്നോടത് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം റോഡിൽ വെച്ച് നമ്മുടെ സുന്ദരേശ്വരുമായി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. സാർ, എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സുന്ദരേശ, വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സംവിധാനമാണ്. എന്റെയോ സുന്ദരേശന്റെയോ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. എന്നാലും സാർ വിചാരിച്ച കാര്യം നടക്കും. ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ കാര്യം നടക്കും. പക്ഷേ ഞാൻ വിചാരിക്കില്ല. മുന്നാധാരത്തിന്റെ പകർപ്പ് കൊണ്ടുവരാതെ പോക്കുവരവ് നടക്കില്ല. മുന്നാധാരം കാണാനില്ല സാർ. കണ്ടുപിടിക്കണം. ആകാശത്തിലുള്ള ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയൊക്കെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നല്ലേ. അതിലും വലുതല്ലല്ലോ മുന്നാധാരം. പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരൂ. അല്ലെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പകർപ്പെടുക്കണം. ഇതാരാ? ഈ ഭാഗത്ത് പരിചയമില്ലാത്ത ഒരാളാണല്ലോ. സാറിന് മനസ്സിലായില്ലേ? അംബുജാക്ഷൻ സാറ്, PWD റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. ഓ, മനസ്സിലായി. സുബ്രഹ്മണ്യന്റെ വീട് വാങ്ങി താമസം തുടങ്ങിയ ആള്. അതന്നെ. പുറത്തും കണ്ടല്ലോ സാറിനെ. മുഴുവൻ സമയം വീട്ടിലാ സാറേ. പുസ്തകം വായനയോട് പുസ്തകം വായന. ഇടയ്ക്ക് പുറത്തിറങ്ങിയാലും പുസ്തകങ്ങൾ കൈ കാണും. ശരി, സുന്ദരേശൻ മുന്നാധാരത്തിന്റെ പകർപ്പ് കൊണ്ടുവരും. ശരി സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ K. മോഹനകൃഷ്ണൻ, വില്ലേജ് ഓഫീസറാണ്.
സാറിന്റെ ആധാരം പോക്കോരോ ചെയ്ത് കരം തീർത്ത് കൊടുത്തത് ഞാനാണ്. പക്ഷേ അന്നത് കൊണ്ടുവന്നത് ഉത്തമനായതുകൊണ്ട് നമുക്ക് തമ്മിലൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഓ, എനിക്കിപ്പോ ആളെ മനസ്സിലായി. ഇവിടെ താമസം തുടങ്ങിയിട്ട് 2 ആഴ്ചയായുള്ളൂ. ഞാൻ ആരെയും പരിചയപ്പെട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അങ്ങനെ അധികം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഓ, ഭവാനിയും ഞാനും മാത്രം. ഭവാനി എന്റെ ഭാര്യ. ഓ, അവള് കോളേജ് ലെക്ചറർ ആയിരുന്നു. അവളും റിട്ടയർ ചെയ്തു. പറഞ്ഞു വരുമ്പോ എല്ലാം പറയണമല്ലോ. മോഹനകൃഷ്ണനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. കൂടുതലും ഉത്തമന്റെ അടുത്ത് നിന്നാണ്. പിന്നെ പഞ്ചായത്ത് മെമ്പർ ഗോപാലൻകുട്ടിയെയും ഇലക്ട്രിസിറ്റി ബോർഡ് സബ് എഞ്ചിനീയർ രാമൻകുട്ടിയെയും കണ്ടു. അവർക്കൊക്കെ മോഹനകൃഷ്ണനെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. എന്റെ ഭാഗ്യം. അത് ഭാഗ്യമല്ലല്ലോ. കൈക്കൂലി വാങ്ങാത്ത, കള്ളു കുടിക്കാത്ത, നടന്നു മാത്രം പോകുന്ന ഒരാളെ ആളുകൾ ബഹുമാനിക്കില്ലേ? ഞാനേ 30 വർഷം സർക്കാർ സർവീസിലുണ്ടായിരുന്നു. ഒരൊറ്റ രൂപ കൈക്കൂലി വാങ്ങിയിട്ടില്ല. തികഞ്ഞ ഗാന്ധിയനാണ് ഞാൻ. ഓ, സാധിക്കുന്നിടത്തോളം നടന്നു മാത്രം യാത്ര. എനിക്ക് തോന്നി PWDയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന ഒരാൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഈ കയ്യിലെന്താ സാർ? പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന വഴിയായിരിക്കും അല്ലേ? അല്ല, ഇതൊക്കെ വീട്ടിലിരുന്ന പുസ്തകങ്ങളാ. ഞാൻ എവിടെ പോകുമ്പോഴും 2-3 പുസ്തകങ്ങൾ കയ്യിൽ കരുതും. ഇടയ്ക്ക് സമയം കിട്ടിയാ വായിക്കാലോ. സാറിന് സമയമുള്ളപ്പോ വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം. എനിക്കതൊരു അഭിമാനമാണ്. സമയം കിട്ടുകയാണെങ്കിൽ വരാം. പക്ഷേ സമയം കിട്ടാനാ പാട്. എന്തായാലും മോഹനകൃഷ്ണന്റെ ക്ഷണം അങ്ങനെ തള്ളാൻ പറ്റില്ലല്ലോ. പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നേരിട്ട് കണ്ടില്ലെങ്കിൽ എന്താ, എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും സാറ് മനസ്സിലാക്കിയിരിക്കുന്നു. എന്നെ പറ്റി എന്തൊക്കെയാ മനുഷ്യൻ പറഞ്ഞത്? വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ വരാം ഞാൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എന്നെ കാണാനാണ് സാർ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഇത് മോഹനകൃഷ്ണൻ സാറിന്റെ വിശ്വാസം. പക്ഷെ സത്യം അതല്ല. സത്യം അത് മാത്രമാണ്. ഞാൻ മോഹനകൃഷ്ണനാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ സന്തോഷം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ അത് നിനക്ക് കാണാൻ പറ്റും. മോഹനേട്ടൻ എന്താണ് പറഞ്ഞിട്ട് പോന്നത്? മോഹനകൃഷ്ണൻ എന്ന പേര് പറഞ്ഞു പരിചയപ്പെടുത്തിയപ്പോഴേ അംബുജാക്ഷ സാറിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ മോഹനേട്ടന് പേര് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടി വന്നു. അവന് അംബുജാക്ഷ സാറ് മറ്റൊരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആളല്ലേ. എന്നെ അതിനു മുമ്പ് കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പോ നമ്മള് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വരും. മോഹനേട്ടാ, എന്നെയും അംബുജാക്ഷ സാർ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ മിനിങ്ങാന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോ സംഭവിച്ചെന്താന്ന് മോഹനേട്ടൻ അറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ കേശവൻ ചേട്ടനെ കടയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു. അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ. എന്റെ പേര് അംബുജാക്ഷൻ. ഞാൻ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. എനിക്ക് മനസ്സിലായി സാർ. പാലത്തിന് തൊട്ടപ്പുറത്തുള്ള ആ പുതിയ വീട്. വീട് പുതിയതല്ല, പഴയതാണ്. ഞാൻ വാങ്ങിയിട്ട് കുറച്ചു നാളെ ആയുള്ളൂ എന്നതാണ് ശരി. ഞാനും അതാണ് സാർ ഉദ്ദേശിച്ചത്. സത്യഭാമയെ പറ്റി പലവട്ടം കേട്ടിട്ടുണ്ട്. പ്രധാനമായും ഉത്തമന്റെ അടുത്ത് നിന്ന് തന്നെ. പിന്നെ എന്റെ വകയിൽ ഒരു ചേട്ടന് കേസുണ്ടായപ്പോ അഡ്വക്കേറ്റ് സത്യഭാമയുടെ പേര് പറയുന്നത് കേട്ടു. ആ കേസ് പെട്ടെന്ന് തീർന്നു എന്ന് തോന്നുന്നു. സാർ ഇവിടെ താമസം തുടങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. ഭാര്യ കോളേജ് ലെക്ചറാണല്ലേ? ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ചെയ്തു. സത്യം പറയാലോ, എനിക്ക് വക്കീലന്മാരോട് പൊതുവിൽ വലിയ ബഹുമാനമാണ്. ചെറുപ്പത്തിൽ വക്കീലാവാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടാവാം. പക്ഷേ എഞ്ചിനീയർ ആവാനായിരുന്നു യോഗം. എന്തായാലും സത്യഭാമയെ പോലൊരു പെൺകുട്ടി ഇത്ര ചെറുപ്പത്തിലെ പ്രഗത്ഭയായ ഒരു വക്കീലാവുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സത്യഭാമ ഒരു മിടുക്കി തന്നെയാ.
സാറിനെ പോലെ ഒരാളുടെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ പറ്റിയത് മഹാഭാഗ്യം. മറ്റുള്ള ആളുകളാരും അത് പറയാറില്ല. മറ്റുള്ളവരെ പോലെ അല്ലല്ലോ നമ്മൾ. വക്കീലന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഫഷണൽസാ. അതുകൊണ്ട് പ്രൊഫഷണൽസിന്റെ വില നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. സാറും ഭാര്യയും കൂടെ സമയം കിട്ടുമ്പോ വീട്ടിലേക്കൊന്ന് വരണം. സത്യത്തില് ഞങ്ങൾ അങ്ങോട്ട് വന്ന് പരിചയപ്പെടേണ്ടതാണ്. പക്ഷെ മോഹനേട്ടൻ എപ്പോഴും തിരക്കില്ലേ സാർ? സർവീസിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം ഞാനും ഭവാനിയും അധികം പുറത്ത് അങ്ങനെ ഒന്നും പോവാറില്ല. ഒതുങ്ങി വീട്ടിൽ തന്നെ കഴിയും. അതുകൊണ്ടാ ഇവിടെ വന്നതിന് ശേഷം അധികം ആരെയും പരിചയപ്പെടാത്തത്. പക്ഷേ സത്യഭാമയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. മിടുക്കിയായ ഒരു വക്കീൽ അയൽവാസിയായി ഉള്ളതിൽ ആർക്കാ സന്തോഷമില്ലാത്തത്? ആ, സമയം കിട്ടുമ്പോ ഞാൻ അതുവഴി വരാം. വലിയ സന്തോഷം സാർ. എന്നെ പറ്റി അംബുജാക്ഷ സാറ് പറഞ്ഞതെല്ലാം കേട്ടാലേ മോഹനേട്ടൻ ഞെട്ടും. സത്യം പറയാലോ, വക്കീലായിട്ട് ഇത്രയും കാലം ജോലി ചെയ്തിട്ടും എനിക്ക് ഇതുപോലെ സന്തോഷം ഉണ്ടാക്കി വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മുൻപ് കണ്ടിട്ട് പോയില്ലാത്ത അംബുജാക്ഷ സാർ എന്നെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്. മുമ്പ് പരിചയമുണ്ടായിരുന്നേ പറയില്ലായിരുന്നു. നീ വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്ത വക്കീലാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. പിന്നെ എങ്ങനെയാണാവോ എന്നെ തിരിച്ചറിഞ്ഞത്? കറുത്ത ബ്ലൗസും വെള്ള സാരി ഉടുത്തുന്ന വക്കീലാണ് ആർക്കാ മനസ്സിലാവത്തത്? പിന്നെ വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറിന്റെ ഭാര്യയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താണ്. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പരിചയപ്പെടാൻ വന്നത്. വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറ്. ആ, അംബുജാക്ഷ സാറായിരിക്കും. സാറിന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ ഭാഗത്തു നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട. എങ്ങനെ എന്നെ പറ്റി സംസാരിക്കുന്നു അതുപോലെ ഞാൻ തിരിച്ചു സംസാരിക്കൂ. അംബുജാക്ഷ സാർ, നമസ്കാരം. നമസ്കാരം. സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നമസ്കാരം. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ മറ്റു വീടുകളിലേക്കൊന്നും പോവാറില്ല. വേറൊന്നും കൊണ്ടല്ല. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ പോകുന്നത് എന്റെ ഭവാനിക്ക് അത്ര ഇഷ്ടമല്ല. അതെന്താ? നമ്മുടെ സ്ത്രീകളല്ലേ, അവർക്ക് ഭർത്താവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, അത്ര തന്നെ. പിന്നെ അവളെ പിണക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും. ഞാനും അങ്ങനെയാ. ആ, എന്റെ ഭാമയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും പറയുകയുമില്ല, ചെയ്യുകയുമില്ല. അല്ലേ? അതെ അതെ, സത്യം. സാർ അകത്തേക്ക് ഇരിക്കണം, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നീ നടക്കൂ. സാർ വരണം. ആഹാ, ഇരിക്കാം സാർ. മോഹനകൃഷ്ണന്റെ വീട് കൊള്ളാം. ഇത്തരം വീടുകളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലൊരു വീട് വാങ്ങണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. കിട്ടിയില്ല. മോഹനകൃഷ്ണനും സത്യഭാമയും ഇരിക്കേ. സാർ വന്നതിൽ വളരെ സന്തോഷം. പക്ഷേ ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. സാറിന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? രണ്ടും ഞാൻ കുടിക്കാറില്ല. കാരണം രണ്ടും ശരീരത്തിന് ദോഷമാണ്. ചായ അമിതമായി കഴിച്ചാൽ ക്യാൻസറും കാപ്പി അധികമായി കഴിച്ചാൽ ഹൃദയസ്തംഭനവും ഉണ്ടാവുമെന്നാണ് പറയാറ്. സാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണല്ലേ? തീർച്ചയായും. ഞങ്ങളെ കണ്ടിട്ട് ഒരു കാര്യമുണ്ടെന്ന് സാറ് ഉത്തമനോട് പറഞ്ഞെന്ന് പറഞ്ഞു. അതെന്താ സാർ? എന്തെങ്കിലും കേസിന്റെ കാര്യമാണോ? കേസിന്റെ കാര്യം ആയിരിക്കില്ല. സാറിനെ പോലെ മാന്യനായി ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് കേസിന്റെ കാര്യം? എനിക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു വക്കീലിന്റെ ആവശ്യം വന്നിട്ടില്ല. സാറിന് വില്ലേജ് ഓഫീസിൽ എന്തോ ഒരു സഹായമാണ് വേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ വീടിന്റെ പോക്കുറവും കടന്നിരക്കലൊക്കെ തീർന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആയിരിക്കും വേണ്ടത്. സാറിന് എന്തിനാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ്? ഒരൊറ്റ പൈസ പോലും ലോൺ ഇല്ലാതെ രൊക്കം കാശ് കൊടുത്ത് വാങ്ങിയ വീടല്ലേ സാറിനുള്ളത്? അതിനിപ്പോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? എനിക്ക് വേണ്ടത് ഇതൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഞാൻ അന്യ വീടുകളിലൊന്നും പോവാറില്ല. മുഴുവൻ സമയവും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടും. അതാണ് എനിക്കിഷ്ടം. ഭവാനിക്കും.
ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചില്ല. വഴിക്ക് വെച്ച് ഉത്തമനെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഗ്ലാസും വെള്ളവും കൊണ്ടുവന്നില്ല. എന്താ? ഗ്ലാസും വെള്ളവും ദേ മദ്യം എന്റെ കയ്യിലുണ്ട്. രാവിലെ ടൗണിലെ ഒരു പെട്ടിക്കടയുടെ പിറകിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വാങ്ങിയതാ. രാവിലെ എഴുന്നേൽക്കുമ്പോ മദ്യപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാ എന്റെ ശീലം. സത്യഭാമ, കുറച്ച് വെള്ളം എടുത്തോണ്ട് വരൂ. എന്താണ് മോനോട്ടാ, ഇത് ഒറിജിനൽ അമ്പുചേട്ട സാറ് തന്നെയാണോ? സാറ് കുടിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഗാന്ധിയാണെന്ന് പറഞ്ഞിട്ട്. ഗാന്ധിയനാണല്ലോ, അതുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മദ്യം മാത്രമേ ഞാൻ കഴിക്കൂ. അതെ, ഫോൺ ബില്ലടിക്കുന്നു, അത് എടുക്കൂ മോഹനകൃഷ്ണ. ഈശ്വരാ, ഇത് പുലിവാലാവും. ഉറപ്പായിട്ടും. മോഹനേട്ടൻ ഇവിടെ ഇരി, ഞാൻ പോയിട്ട് ഫോൺ എടുക്കാം. പിന്നെ ഈ വീട്ടിലാരും മദ്യപിക്കാറില്ല. മദ്യപിക്കുമെങ്കിൽ തന്നെ ഞാൻ ഇത് തരത്തില്ല. എന്റെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ. മോഹനകൃഷ്ണൻ പോയി ഗ്ലാസും വെള്ളം എടുത്തോണ്ട് വാ. മോഹനകൃഷ്ണൻ പോയി ഗ്ലാസ് എടുത്തോണ്ട് വന്നില്ലെങ്കിലേ ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ കുടിക്കും. ചെല്ല്. ഹലോ. ആ വക്കീലെ, ഞാനാണേ ഉത്തമൻ. ആ, എന്താ ഉത്തമ? സാർ എവിടെ? ഇവിടെ ഉണ്ട്. ഒരു പ്രശ്നമുണ്ട് വക്കീലെ, സാറിനൊന്ന് വിളിച്ചേ. മോഹനേട്ടൻ ഇപ്പൊ വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ, ഇവിടെ അതിലും വലിയ പ്രശ്നം നടന്നോണ്ടിരിക്കുക. മോഹനേട്ടാ, ഉത്തമൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. ആ സാറേ, ഞാൻ അംബുജാക്ഷ സാറിന്റെ വീട്ടിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അംബുജാക്ഷ സാറിന്റെ ഭാര്യ ഭവാനി ടീച്ചറെ ഞാൻ കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ അംബുജാക്ഷ സാർ 24 മണിക്കൂർ വെള്ളമടിയാണ്. റിട്ടയർ ചെയ്തതിന്റെ അന്ന് മുതൽ വെള്ളമടിയോട് വെള്ളമടി. അടിച്ച് ഫിറ്റായി നാട്ടിലിറങ്ങി നടന്ന് നാണക്കേടായപ്പോഴാണ് അവരവിടെ നിന്നെല്ലാം കൂടെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന അന്ന് മുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുകയായിരുന്നു ഭവാനി ടീച്ചർ. സാറെ, വീട്ടിൽ ഇരുന്ന് പുസ്തകം വായന എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. വീട്ടിൽ ഇരുന്ന് വെള്ളമടിയോട് വെള്ളമടി. ഇന്ന് രാവിലെ ടൗണിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയതാ. അതിനിടയിലാണല്ലോ എന്നെ കണ്ടത്. തിരിച്ചു വരുമ്പോ നിങ്ങളുടെ വീട്ടിൽ കയറാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭവാനി ടീച്ചറോട് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, ഉത്തമ അത് റിസ്ക് ആണ്, വീട്ടിലൊക്കെ കയറാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലിരുന്ന് വെള്ളം അടിച്ചു കളയൂന്ന്. അതുകൊണ്ട് സാർ ഒന്ന് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയാനാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. ഇനിയിപ്പോ സൂക്ഷിക്കാൻ ഇതിപ്പോഴാണോ പറയുന്നത്? പിന്നെ ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. ഹലോ ഹലോ. ആ, എന്തോ ആയിക്കോട്ടെ. എന്താ പറഞ്ഞ? വന്നിരിക്കുന്നു മാ കുടിയ പറന്നു 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 ചെല്ലാൻ മനസ്സിലായില്ലേ? കൂട്ടി ഞാനൊരു കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു കൊമ്പിൽ പുരമക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു
അംബുജാക്ഷൻ സാറ് ഈ പരുവായി. ഇനിയിപ്പോ എന്താ മോനേട്ടാ ചെയ്യാ? കുറച്ച് വെള്ളം തലയൊക്കെ ഒഴിച്ച ബോധം തെളിയോ? എനിക്കറിയില്ല, ഞാൻ കല്ലുടിക്കാറില്ല. ഇതാണോ മോഹനേട്ടൻ പറഞ്ഞത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്? നീ പറഞ്ഞല്ലോ വക്കീലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാണ് വലിയ സംഭവം. ആ അടക്കുന്നൊരു എഞ്ചിനീയർ ആ പറന്നു പോണു. മോഹനേട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടല്ലേ അംബുജാക്ഷൻ സാർ വന്നത്. തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി മോഹനേട്ടൻ തന്നെ നോക്കൂ. ഇതുവരെ പറന്നു പോയില്ല ഇയാള്. ചെറിയ പ്രായത്തിൽ വലിയ വക്കീലായ നിന്നോടുള്ള ആരാധന മൂത്താണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഈ സാധനത്തെ എടുത്ത് വെളിക്കളയുന്ന ഉത്തരം അത് നിനക്കാ. ഇനി നമ്മളെങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തൊരു വഴി കണ്ടുപിടിക്കേ. മണി 9:15 എനിക്ക് ആഫീസിൽ പോണം. ഇയാൾ ഇവിടെ ഇട്ടിട്ടോ? ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു വക്കീലിന്റെ സഹായം വേണ്ടി വരും. നീ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വരുമെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്താ? ആരെ കാണാനാണ് അംബുജാക്ഷൻ സാറ് വന്നത് എന്ന് ചോദിച്ചാൽ ഇവരെന്താവും പറയുക എന്നതിന് ഇനി സംശയമുണ്ടാവില്ല. ഏതോ ഒരു മനുഷ്യന്റെ പേരിൽ നടത്തിയ ഈ തർക്കം മുഴുവൻ വൃഥാവിലായിപ്പോയെന്ന് ഇരുവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.